എവിടെ? വണ്ടിക്കകത്തുണ്ട്. എന്താ കാര്യം? ബാറായോണ്ട് ഇറങ്ങാത്ത, വണ്ടിക്കകത്തിരിക്കുക. പേടിച്ചു. പിന്നെ പേടിക്കാതെ. അവര് പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്കാന്ന്. ഞാനാദ്യം വിശ്വസിച്ചില്ല. എന്നോടൊന്ന് പറഞ്ഞാ പോരെ, എന്തിനാ നാടകം? വിളിച്ചാ വരുമെന്നറിയാം, എന്നാലും അതല്ലല്ലോ. ചില കാര്യങ്ങൾ നീ അറിയാണ്ട്. നമ്മുടെ ടൗണാണ്, ആളും ബഹളമൊക്കെ ഉണ്ട്. എന്നിട്ടും ഒരു ഈച്ച പോലും അറിയാതെയാണ് ഇവർ നിന്നെ പൊക്കിയത്. അവർക്കാകും ഇതുപോലെ. ഒരു മനുഷ്യൻ അറിയാതെ നിന്നെ പൊക്കും. ആ, നമ്മുടെ ആളുകളൊക്കെ എത്തിയില്ല. ഒന്നുമില്ലേ, വെറുതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്. ഞാനാകെ പേടിച്ചുപോയി. ആരാന്നറിഞ്ഞില്ല, അതാണ് പ്രകത്തനെ വന്നത്. ഇനി ഈ മണ്ടത്തരം കാട്ടരുത്. കൊണ്ടുപോയത് മറ്റവന്മാരായിരുന്നെങ്കിൽ നീയും തീർന്നു പോകും. ഒരു കാര്യം ചെയ്യുമ്പോൾ ആവേശം മാത്രം പോരാ, ആലോചനയും വേണം. അതുകൊട്ടെ, ഇനി മേലാല് ഇമാതിരി സ്ഥലത്ത് നീ പോകാൻ നിൽക്കരുത്. നളിനേട്ടാ, നിങ്ങൾ എന്തോന്നീ പറയുന്നത്? എനിക്ക് വീടും പൂട്ടി അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ? വീട് പൂട്ടിയിരിക്കണ്ട, പക്ഷെ നീ ബാറി പോകരുത്. സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് നീ. നാളെ നിനക്ക് പലതും ചെയ്യാനുണ്ട്. സമുദായത്തിന്റെ ആദർശം നമ്മളായിട്ട് കളയരുത്. പിന്നെ നിന്റെ ഓട്ടോറിക്ഷ പണി, മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആ പണി വേണ്ട. ഇതേതാ ഈ വീട്? ഇതും നമ്മുടെ ഒരു വീടാണ്. ഞാൻ ഇറങ്ങുക. എനിക്ക് പോയാൽ ബൈക്ക് എടുക്കണം. ആശുപത്രിയിലേക്ക് ഒരു ഓട്ടം പോകാനാണ്. ആരാണ്? എവിടെ നിന്നാണ്? ഞാൻ ബാബുട്ടി. വാപ്പയ്ക്ക് ഒട്ടും വയ്യ, ആശുപത്രി പോണം. ഏത് ബാബുട്ടി? ഞാനാ കുന്നുപുറത്തെ, ഗൾഫിലുള്ള. പറഞ്ഞിരിക്കുന്ന നേരമില്ല. ഒന്ന് വാപ്പക്ക് എന്ത് പറ്റിയാണ്? നെഞ്ചുവേദനടാ. ഒന്ന് വേഗം വന്നേ, വാതിൽ തുറക്ക്. ഇല്ല, ഞാൻ വരില്ല. നിങ്ങൾ വേറെ വണ്ടി വിളിക്ക്. അവിടെ വണ്ടിയൊന്നും ഇല്ലെന്ന്. വേഗം വാതിൽ തുറക്ക്. ഇല്ല, ഞാൻ വരില്ല. എടാ, വാതിൽ തുറക്ക്. എനിക്ക് സ്ഥിരം ഉണ്ടായിരുന്ന ഓട്ടം പോലും ഇപ്പൊ ഇല്ലാണ്ടായി. ഇനി ഈ നാട്ടിൽ നിന്ന് ആരും കയറുന്നു പോകില്ല. വല്ല തമിഴ്നാട്ടിൽ പോയി ഓടിക്കേണ്ടി വരും. എടാ വാവേ, നീ അറിഞ്ഞില്ലേ, നമ്മുടെ കുന്നുംപുറത്ത് പാപ്പുടിയുടെ വാപ്പ മരിച്ചു. ഇന്ന് കാലത്ത് അറ്റാക്കായിരുന്നു. നീ വിളിച്ച് അവൻ എടുക്കും. വിഷമിക്കില്ല, അവനിങ്ങ് വരുവന്നേ. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാനാ പറഞ്ഞ ഇന്നലെ കഥക് തുറക്കണ്ടെന്ന്. അതിപ്പോ ആരാന്ന് അറിയാ? ഈശ്വര, എന്റെ കൊച്ചിന്ന് എവിടെ പോയി കിടക്കുവാണോ? വാവയാണ് വാവ. നീ ഇതെവിടെയാടാ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ.
കുഞ്ഞുമോൾ എന്നെ വിളിച്ചിരുന്നു. ഞാനിപ്പോ നിന്റെ വീട്ടിലാ. എനിക്ക് വയ്യടാ. ഞാൻ ആ ബാവുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടാ ഇവിടെ അമ്മയ്ക്ക് ആകെ പേടിച്ചിരിക്കുവാടാ. നീ വേഗം വന്ന്. നിനക്ക് എന്നോടെങ്കിലും വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു. അല്ലടാ ബാവുട്ടി. എടാ അതൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവില്ലേ. നീ ഇങ്ങോട്ട് വന്ന്. പേടിക്കണ്ട, അങ്ങനെ പോരും. നേരമല്ല വണ്ടി മുമ്പിൽ കിടന്ന് എടാ ഷാജാനെ, എടാ എനിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. ചേട്ടൻ അവനൊന്നും പറഞ്ഞില്ലേ? നമുക്കൊന്ന് വിളിക്കായിരുന്നു അവനെ. 2 ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വീട്ടിലുമില്ല. കുഴപ്പമാക്കോ നല്ലട്ടാ? ഏയ്, എന്തായിരിക്കും പറയാൻ പോകുന്നത്? അവൻ്റെ ഒരു മനസ്സോറക്കല് എന്തായിരിക്കോ പറയാൻ പോകുന്നത്? നല്ലതായിട്ട് അവനെ ഒന്ന് വരട്ടി വിടായിരുന്നു കേട്ടോ. അതിനവൻ പിടി തരണ്ടേ? അവൻ വീണ്ടും ഇടകേറുണ്ടാക്കണ ലക്ഷണം ഉണ്ടാ. നമ്മളെ അവൻ വല്ലതും പറഞ്ഞാല് വിടരുത് സുലൈമാനെ. പിന്നല്ലാതെ പറഞ്ഞാ പിന്നെ അർത്ഥോണം. നിങ്ങളോടൊന്നും പറഞ്ഞില്ലടാ അവൻ? ഇല്ലെന്നേ, വീട്ടുകാർക്ക് പോലും അറിയാൻ പോലെ അവിടെ പോയിന്ന്. എന്താ ഇത്ര പറയുന്നത്? എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാൻ അറിയാത്ത കാര്യത്തിനാ എല്ലാരും ചേർന്ന് എന്നെ ദ്രോഹിക്കുന്നത്. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കി ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരിപ്പം മിണ്ടാതായി, വീട്ടിൽ കയറ്റാതായി. എല്ലാരും ചേർന്ന് എന്നെ ഭീകരനാക്കി. എനിക്കങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ എനിക്ക് എല്ലാരും പേടിയാ. എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ല. എനിക്കും പഴയ പോലെ ജീവിക്കണം. അതുകൊണ്ട് ആ സത്യം നിങ്ങൾ അറിയണം. ഞാനന്ന് പള്ളി കയറിയത് ബോംബ് വയ്ക്കാനല്ല. എനിക്ക് അമ്പലം പോലെ തന്നെയാണ് പള്ളിയും. അന്ന് ഞാൻ പള്ളിയിൽ കയറിയത് നിർത്ത്. വാവ പറയുന്നത് കള്ളാണ്. ഇവൻ ആർക്കോ വേണ്ടി നുണ പറയാ. എനിക്കറിയാം, ഗ്രാമങ്ങളിലെ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മുടെ പാർട്ടിയുടെ ഏതോ ഘടകം ഏൽപ്പിച്ച ജോലിയായിരുന്നു അത്. എന്നിട്ടിപ്പോ നുണ പറയുന്ന എന്തിനാ? വാവ കള്ളക്കളി കളിക്കുക. അല്ല. നിന്റെ ഈ വാക്കുകൾ ഞങ്ങളും വിശ്വസിക്കില്ല. ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇത് നമ്മളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമ. ഇല്ല, ഇവര് പറയണ വിശ്വസിക്കരുത്. ഈ കള്ളന്മാര് നമ്മളെ പറ്റിക്കുക. മതത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെയൊക്കെ തമ്മിലടുപ്പിച്ച് കൊല്ലണോ? കൊല്ല്.
ഒട്ടകങ്ങൾ വരി 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 ഇതിന്റെ കാണിച്ചു വേണ്ട 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 ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ വിളിക്കണം. നിങ്ങൾ ഈ നാട്ടിൽ കണ്ടുപോകരുത്. അയ്യോ